എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഒത്തിരി നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് യൂട്യൂബിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് കാരണം ഇടാതിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി തൊട്ട് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. അപ്പോൾ ഇഷ്യൂ ഒക്കെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിപ്പോഴും സോൾവ് ഒന്നും ആയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ തമ്പനെയിലിൽ കണ്ടതുപോലെ നമുക്ക് ക്രിസ്മസ് ആണ് ഇപ്പോൾ അതാ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടൊരു ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ചെടിയുടെ പേര് ഞാൻ പറയാം. അതായത് മാൽപീജിയ എന്നാണ് ഈ ചെടിയുടെ പേര്. വലിയ വിലയൊന്നുമില്ല, നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ഒരു 50 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ തൈ കിട്ടും. ഇപ്പം ഞാൻ ഈ വാങ്ങി വെച്ചേക്കുന്ന പോലത്തെ. അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊരു വലിപ്പമുള്ളൊരു ചെടിച്ചട്ടിയിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് ഒരു 2 ആഴ്ച ആയ പരുവമാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ ഒരു ചെടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസിൻ്റെയൊക്കെ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഏകദേശം നമുക്കൊരു ട്രീയുടെ കറക്റ്റ് ഒരു ലുക്കിൽ കിട്ടും. അതായത് ഏത് ഷേപ്പിൽ നമ്മൾ ഇതിന് പടർത്തി വിടുന്നോ ആ ഷേപ്പിൽ ഈ ചെടി നമുക്ക് പിടിച്ചു കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇതാ ഒരേ നീളത്തിലുള്ള 5-6 വടി എടുത്തിട്ട് നമ്മുടെ ഈ ചെടിച്ചട്ടിക്ക് ചുറ്റുമായിട്ട് ഒന്ന് ചെടിച്ചട്ടിയുടെ അകത്ത് തന്നെയാണ് ഞാൻ ഈ കമ്പുകളൊന്ന് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഹാർട്ട് ഷേപ്പോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ വേണമെങ്കിലും കൊടുക്കാം. ഞാനപ്പോൾ ഇതൊരു ട്രീയുടെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പോലെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ മേൾ പോർഷനിൽ നമ്മൾ ആ കുത്തി വെച്ചേക്കുന്ന 6 കമ്പുകളും ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ഒരു നൂൽക്കമ്പി ഉപയോഗിച്ച് ഞാനൊന്നൊരു ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പടർത്തുന്ന രീതി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എളുപ്പം അങ്ങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ചും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് താഴത്തോട്ട് നമ്മളിത് ആ നൂൽക്കമ്പി ഒന്നിങ്ങനെ ചുറ്റി അങ്ങനെ വെക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മെഷ് ഉണ്ടല്ലോ, നമ്മുടെ ഈ നെറ്റ് ചെടിയൊക്കെ ഗാർഡനിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന നെറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് ഇതേപോലെ കുമ്പിള് പോലെ ആക്കിയിട്ട് അത് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചാലും മതി. അപ്പോൾ അത് നമ്മൾ പൈസ കൊടുത്തൊക്കെ മേടിക്കേണ്ടതായതുകൊണ്ട് മാത്രം ഞാനത് ഒഴിവാക്കിയിട്ട് ഇതേപോലത്തെ വടി എന്തായാലും നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലായിട്ട് ഞാനൊരു വലിയ ചിരട്ടയും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ചൊന്ന് വിടർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഒരു കമ്പ് ഇങ്ങോട്ട് ഇളകി പോന്നു, എന്നാലും കുഴപ്പമില്ല. അതും കൂടി വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്ത് വെക്കുന്നുണ്ട്. എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ, ഇതൊന്നും വലിയ പാടൊന്നുമുള്ള പണിയല്ല. അപ്പോൾ അതേ എൻ്റെ അച്ചുകുട്ടനും അവിടെ വന്ന് നിൽപ്പുണ്ട്. അവനും എന്താണ് ഈ ചെയ്യുന്നതെന്ന് നോക്കി അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനൊന്ന് പടങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം അതിൻ്റെ ആ കമ്പുകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ തണ്ടൊക്കെ വളർന്ന് പുറത്തേക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ, അതായത് ഈ കമ്പ് എങ്ങനെയാണോ നമ്മൾ വെച്ചേക്കുന്നത് ആ രീതിയിൽ തന്നെ ഇത് വളർന്നു വരും. അപ്പം ഞാൻ എന്തായാലും ഇത് നമ്മൾ ഈ പടങ്ങൊക്കെ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ലാസ്റ്റ്, ഇതിപ്പം ഉടനെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ഇത് എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ അല്ലെങ്കിൽ ചേട്ടന്മാരും ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് എന്താ പറയുക, ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ, അതായത് ഇത് ഏത് രീതിയിലാണ് ഈ ചെടി വരുന്നതെന്നുള്ളത്, നമ്മൾ ഏത് രീതിയിൽ വെച്ച് കൊടുത്താലും ആ ഒരു ഷേപ്പിൽ ഇത് വരും. മാൽപീജിയ എന്നാണ് ചെടിയുടെ പേര്. നഴ്സറിയിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയിട്ടൊന്ന് വാങ്ങി നോക്കുക. വലിയ വിലയൊന്നുമില്ല, 40 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെടി കിട്ടും. അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീയും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഏത് ഷേപ്പിലാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ ലാസ്റ്റ് ഒരു ഫോട്ടോസ് ഞാൻ കൊടുക്കാം. നമ്മുടെ ഈ ചെടി പടർന്നതിന് ശേഷം എങ്ങനെ വരുമെന്നുള്ള വീഡിയോ ഞാനൊരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ താങ്ക്